എൻ്റെ കുട്ടി ഒരു നൈറ്റ് ഇൻ മൈ ലൈഫ് വ്ലോഗാണ് കേട്ടോ. എല്ലാവരും ഡേ ഇൻ മൈ ലൈഫ് ഇടുമ്പോൾ ഞാനായിട്ട് വെറൈറ്റി ആയിട്ട് നൈറ്റ് ഇൻ മൈ ലൈഫ് ഇടാമെന്ന് വിചാരിച്ചു. സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഷിഫ്റ്റിന് പോയിട്ട് ഇറങ്ങുന്ന ഒരു കുട്ടി വീഡിയോ ആണ്. എൻ്റെ ഫോട്ടോ കണ്ടുപോലും തോന്നുന്നത് അമ്മ എപ്പോഴും പറയും പശു ചാണകം ഇടാനായിട്ട് നിൽക്കുന്നൊരു പോസാണെന്ന്. സംഭവം നമ്മൾ എന്ത് ചെയ്യാൻ, നമുക്ക് അത്രയും സൗന്ദര്യ ദൈവം തന്നിട്ടുള്ളൂ, അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങി, ഞാൻ ബസ് കാത്തു നിന്നു. ബസ് വന്നു. ഹാലോവിൻ കോസ്റ്റ്യൂംസ് ഇട്ട് കുറേ പേര് ഞാൻ കണ്ടു. അങ്ങനെ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. ബസ്സിൽ ഇരിക്കുന്ന സ്പേസ് തന്നെ കിട്ടിയത് ഭയങ്കര കാരണം ആ ഒരു ടൈം എന്നൊക്കെ പറയുമ്പം ഭയങ്കര തിക്കും തിരക്കൊക്കെ ആയിരിക്കും. ഇവിടെ നോക്കി ഇരിക്കാൻ തന്നെ സ്പേസ് കിട്ടിയത് ഭാഗ്യം. അങ്ങനെ ഞാൻ ഹോട്ടലെത്തി, ഫോട്ടോ എടുത്തു. ഷിഫ്റ്റിൻ്റെ കഴിഞ്ഞിട്ട് ബ്രേക്ക് ടൈമായി. ഫുഡെന്ന് പറഞ്ഞുകൊണ്ടല്ലോ, അവിടുത്തെ ഫുഡ് ഒരു രക്ഷയില്ല, വായി വെക്കാൻ കൂടില്ല. അങ്ങനെ ഇടയ്ക്ക് അതൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് നോക്കുമ്പോൾ എമർജൻസി എക്സിറ്റ് ഏതോ ഒരു ഗസ്റ്റ് പിടിച്ച് നിൽക്കുക, അത് നോക്കാൻ പോയി. അത് കഴിഞ്ഞിട്ട് നമ്മൾ റെസ്റ്റോറൻറ്റ് നോക്കിയപ്പോഴത്തേനും കുറച്ച് കുട്ടി ബലൂണും കുട്ടി പാവകളും ഒക്കെ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു. സംഭവം കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. എനിക്ക് എന്താ പറയുക, പേഴ്സണലി സംഭവം ഈ സംഭവം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ക്യൂട്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓരോ ചെറിയ ഭാഗങ്ങളിൽ ഓരോന്ന് കാണിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്താ പറയുക, നമ്മുടെ ഷിഫ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കിനും എനിക്ക് അതിൻ്റെ നമ്മൾ ബാറിലെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ടായിരുന്നു. പക്ഷെ നല്ല തിരക്കായിരുന്നു. ഹാലോവിൻ നൈറ്റ് ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു. പിന്നെ ഞാൻ ഒറ്റയ്ക്കായിരുന്നു അന്ന് നൈറ്റിൽ, അതുകൊണ്ട് എനിക്ക് ഇടാൻ പറ്റിയില്ല. ക്ലോസിങ് ടൈം ആയപ്പോഴത്തേനും എല്ലാം കാലിയായി, എല്ലാവരും വീട്ടിൽ പോയി. അങ്ങനെ നമ്മൾ റിസപ്ഷൻ്റെ ഭാഗത്തും നമ്മുടെ എന്താ പറയുക അവിടെ എവിടെയൊക്കെ ആയിട്ട് ചെറിയ ഹാലോവിൻ്റെ ഓരോ കാര്യങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഷിഫ്റ്റ് കഴിഞ്ഞ് ഇറങ്ങി ഗൈസ്. രാവിലെ ആയപ്പോഴത്തേനും സംഭവം ഇവിടെ നമ്മുടെ ഈ ഒരു വിൻ്റർ ടൈം ആകുമ്പോൾ നല്ല ഇരുട്ടൊക്കെ ഇരിക്കുന്നതുകൊണ്ട് പിന്നെ എൻ്റെ ഫോണിൻ്റെ ക്ലാരിറ്റി കാരണവും നിങ്ങൾക്കൊന്നും ക്ലിയറായി കാണുന്നില്ലായിരിക്കും, സോറി. അങ്ങനെ നമ്മുടെ ബസ് വന്നു. എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു കൂടെ. അങ്ങനെ ബസ് കാത്തുനിന്ന് ബസ് വന്ന് ഈ അപ്പൂപ്പനെ നോക്കി. ഈ അപ്പൂപ്പൻ സംഭവം നമ്മൾ സംസാരിക്കുന്നതിന് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നിയെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ ഇതാണ് എൻ്റെ സുഹൃത്ത് ഗൈസ്, കൂട്ടരെ കണ്ടുള്ളൂ. സംഭവം ഇടയ്ക്ക് ഷോ ഇടുമെങ്കിലും പാവമാണ് കേട്ടോ. ഇടയ്ക്ക് കോമഡിയൊക്കെ അടിക്കുന്നുണ്ട്, രസമാണ് ചിരിച്ചുകൊണ്ടിരിക്കാം. അങ്ങനെ വീട്ടിൽ വന്നു. ബസ്സിൽ കയറി ഇരുട്ടായിരുന്നു. വീട്ടിലെത്തിയപ്പോഴത്തേനും ഭയങ്കര വെളിച്ചം വന്നു. സംഭവം വെച്ചാൽ 2 മണിക്കൂർ 1.45 മിനിറ്റ്സോളൊക്കെ എടുക്കും എനിക്ക് 3 ബസ്സുകാർ വരണേ. അങ്ങനെ വീട്ടിൽ വന്ന് ഇവിടെ കുറേ കാറുകളും വിൻറ്റേജ് കാറുകളൊക്കെ ഉണ്ട്. കാറെന്ന് പറയുമ്പോഴേ പണ്ടോട്ടേ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കാറിൻ്റെ ഭംഗി നോക്കി വീഡിയോ ഫോട്ടോസൊക്കെ എടുത്തിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നിരിക്കുകയാണെങ്കിൽ ഒരു നീണ്ട ഉറക്കം. എന്തെങ്കിലും ലൈറ്റ് ആണെങ്കിൽ കഴിച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ചിലപ്പോൾ കഴിക്കില്ല. അടുത്ത ദിവസം ഷിഫ്റ്റിൻ്റെ കഴിക്കില്ല, ഷിഫ്റ്റിലേക്ക് കഴിക്കും. ഞാൻ എന്താ പറയുന്നത്. അങ്ങനെ ഈ കുട്ടി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ ആൻഡ് കമൻറ്റ് ടു ദിസ് വീഡിയോ ആൻഡ് ബൈ.